കടലിനടിയിൽ മുങ്ങിപ്പോയെന്ന് കരുതപ്പെടുന്ന പൗരാണിക നഗരമായ ദ്വാരക. കടലിനടിയിൽ നേരിട്ടെത്തി ആ ദ്വാരക കാണാൻ ഒരവസരം കിട്ടിയാൽ അങ്ങനെ പൗരാണിക നഗരമായ ദ്വാരക കാണാൻ ഒരവസരം ഒരുക്കുകയാണ് ഗുജറാത്ത് സർക്കാർ. ഇത് സാധ്യമാക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം ദ്വാരകയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗുജറാത്ത്. ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ദ്വാരകയിലേക്ക് സബ്മറൈനിൽ യാത്ര പോകാനുള്ള അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. ഒരേ സമയം സാഹസിക സഞ്ചാരികളെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിലേക്ക് നടത്തുന്ന സബ്മേഴ്സിബിൾ യാത്രകളാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പ്രചോദനമായത്. മാസഗോൺ ഡോക്ക് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഗുജറാത്ത് സർക്കാർ ദ്വാരകയിലെ സബ്മറൈൻ ടൂറിസം അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 100 മീറ്റർ വരെ ആഴത്തിൽ സബ്മറൈനിൽ യാത്രക്കാർക്ക് പോവാനാവും. സബ്മറൈനിലെ കണ്ണാടികളിലൂടെ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനുമാവും. ഒരേ സമയം 30 പേർക്ക് കയറാവുന്ന സബ്മറൈൻ ആയിരിക്കും കടലിനടിയിലെ യാത്രയ്ക്കായി നിർമ്മിക്കുക. പരമാവധി 35 ടൺ വരെ ഭാരം വഹിക്കാൻ ഇതിന് ശേഷിയുണ്ടാവും. യാത്രികരുടെ ഇരിപ്പിടങ്ങൾ പുറം കാഴ്ചകൾ കാണാനാവുന്ന കണ്ണാടി ജാലകൾക്ക് സമീപമാവും സജ്ജമാക്കുക. കടലിനടിയിലെ കാഴ്ചകളും സമുദ്രജീവികളെയും കാണാൻ ഈ യാത്രയ്ക്കിടെ സാധിക്കും. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് നിർമ്മിച്ച നഗരമാണ് ദ്വാരക എന്നാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത്. പിന്നീട് യാദവ വംശം ഹസ്തിനപുരിയിലേക്ക് മാറുകയും ദ്വാരക നഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു എന്നാണ് മഹാഭാരതം പറയുന്നത്. ഇന്ത്യയിലെ 7 പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ദ്വാരക മതപരമായി മാത്രമല്ല പുരാവസ്തുപരമായും പ്രാധാന്യമുള്ളതാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിലെ സൗരാഷ്ട്ര ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ അറ്റത്താണ് ദ്വാരക സ്ഥിതി ചെയ്യുന്നത്. മഹാഭാരത ഇതിഹാസത്തിലെ പുരാതന കൃഷ്ണരാജ്യം എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ ആദ്യ അവതാരം ഗോമതി നദിയും അറബിക്കടലിൽ സംഗമിക്കുന്ന ഒരു കോട്ട നഗരമായി ഏകദേശം 84 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ഈ പുരാതന നഗരം അറബിക്കടലിനടിയിൽ മുങ്ങിപ്പോയു എന്നാണ് അനുമാനം. ഈ നഗരത്തിൽ ഏകദേശം 900 കൊട്ടാരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്നു അത്രേ. ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ ആധുനിക ദ്വാരകയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരക ദ്വീപിന് ചുറ്റും 1930കളിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഖനനം ആരംഭിച്ചിരുന്നു. 1960കളിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഫലങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. 1979ൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു ഖനനം നടത്തി. ഈ സമയത്താണ് എക്സ്കവേറ്റർ BC 2ാം സഹസ്രാബ്ദത്തിൽ നിന്നുള്ള മൺപാത്രങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 500-ലധികം പുരാതന വസ്തുക്കളും ഈ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. ഇന്ന് ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ ഉൾപ്പെട്ട പട്ടണമാണ് ദ്വാരക. ദ്വാരകയിലുള്ള ദ്വാരകാധീശ ക്ഷേത്രം ഹൈന്ദവ ആരാധനാലയങ്ങളിൽ പ്രധാനമാണ്. ഇപ്പോൾ ഗുജറാത്തിലുള്ള ദ്വാരക ഹൈന്ദവ തീർത്ഥാടക നഗരമാണെങ്കിലും ശ്രീകൃഷ്ണന്റെ കാലത്തുണ്ടായിരുന്ന ദ്വാരക നഗരം കടലിനടിയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2001ൽ നടത്തിയ പഠനങ്ങളിൽ ഗുജറാത്തിന് പടിഞ്ഞാറ് കടലിൽ 40 മീറ്റർ ആഴത്തിൽ നിന്നും ദ്വാരക നഗരത്തിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. കാലപ്പഴക്കവും ഉത്ഭവവും സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും കടലിനടിയിലെ ദ്വാരക ഗവേഷകരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ദ്വാരകയെ കൂടുതൽ അറിയാൻ വേണ്ടി ഗുജറാത്ത് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സബ്മറൈൻ ടൂറിസം വഴി ദ്വാരകയെ കൂടുതൽ അറിയാനുള്ള അവസരമാണ് ഗുജറാത്ത് ഒരുക്കുന്നത്. സാഹസികതയും വിശ്വാസവും ഒത്തുചേർന്നതായിരിക്കും ദ്വാരകയിലേക്കുള്ള സബ്മറൈൻ യാത്ര. ഈ അതുല്യമായ ടൂറിസം 2024 ദീപാവലിക്ക് മുമ്പ് പ്രവർത്തനക്ഷമമാകും. അതുപോലെ തന്നെ ഈ തകർപ്പൻ പദ്ധതി ഈ മേഖലയിൽ കൂടുതൽ തൊഴിൽ, നിക്ഷേപം, ടൂറിസം എന്നിവ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അറ്റ്ലാന്റിക് സമുദ്രാന്തർഭാഗത്തേക്ക് സഞ്ചാരികളുമായി പോയിരുന്ന ടൈറ്റൻ ജലപേടകത്തിന്റെ മാതൃകയിലാണ് ഈ അന്തർവാഹിനി യാത്രയും ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ സമുദ്രത്തിന്റെ 100 മീറ്റർ അടിത്തട്ടിൽ വരെ മാത്രമേ ഈ അന്തർവാഹിനിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഇതിൽ ഒരുക്കുന്നുണ്ട്. ബൈറ്റ് ദ്വീപിലെ കടലിനടിയിലുള്ള കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അന്തർവാഹിനി യാത്ര ഒരുക്കുക. സമുദ്രാന്തര യാത്രയിൽ വിദഗ്ധരായ 2 പൈലറ്റുമാരും ഉണ്ടായിരിക്കും. അന്തർവാഹിനി നിയന്ത്രിക്കുന്നത് ഇവരായിരിക്കും. അതുപോലെ തന്നെ യാത്രക്കാരെ സഹായിക്കാനായി മികച്ച പരിശീലനം ലഭിച്ച ജീവനക്കാരും ഉണ്ടാകും. സഞ്ചാരികൾക്ക് സമുദ്രത്തിനടിയിലെ മനോഹരമായ കാഴ്ചകൾ വേറിട്ട ഒരു അനുഭവം തന്നെ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.